ഇന്ന് ഓഗസ്റ്റ് 19 വിശ്വ മാനവ സ്നേഹ ദിനമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഈ ലോകത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്ന രണ്ട് വികാരങ്ങൾ സ്നേഹവും കരുതലുമാണ്. വിദ്വേഷവും വെറുപ്പും കുറയ്ക്കണം. അമേരിക്കയിലെ വലിയൊരു മാത്തമാറ്റീഷ്യനും ഒരു ഫിലോസഫറുമായിരുന്ന തോമസ് ഫുള്ളർ പറയുന്നു, വി ക്യാൻ ലിവ് വിത്തൗട്ട് ഫ്രണ്ട്സ് ബട്ട് വി കനോട്ട് ലിവ് വിത്തൗട്ട് നെയ്ബേഴ്സ്. ഫ്രണ്ട്സ് ഇല്ലാതെ വേണമെങ്കിൽ ജീവിക്കാം, പക്ഷേ നെയ്ബേഴ്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഈ ലോകത്ത് നമ്മൾ പരസ്പരം കരുതണം എന്നർത്ഥം. ലെറ്റ് us കെയർ ഫോർ ഈച്ച് അതർ ടുഡേ. എന്നാൽ ഇന്ന് ലോകത്തെ ഒട്ടുക്ക് ഒരു സ്നേഹമാന്യം, ഒരു സൗഹൃദ മാന്യം അനുഭവപ്പെടുന്നുണ്ട്. അതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാരണം സാങ്കേതിക പുരോഗതിയാണ്. എല്ലാവരും അവരുടെ ഫോണും കമ്പ്യൂട്ടറുമൊക്കെ ആയിട്ട് ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലെ റെസ്റ്റോറൻറ്റുകളിലെ ആളുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് വരുന്നതെന്നാണ് അവിടെ ഓണേഴ്സ് പറയുന്നത്. രണ്ടാമതായിട്ട് യുദ്ധങ്ങളാണ്. ഇത്രയെല്ലാം പുരോഗതി ഉണ്ടായെങ്കിലും ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ ഭീഷണി യുദ്ധമാണ്. നമുക്ക് കാണാം യുക്രൈനിലും പാലസ്തീനിലും ഒക്കെ നടക്കുന്ന യുദ്ധങ്ങൾ. മൂന്നാമതായിട്ട് സാമ്പത്തികമായ അസമത്വങ്ങളാണ്. ഈ ലോകത്തിൽ ആഗോളവൽക്കരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പരസ്പരം മത്സരിക്കാനും കഴിവ് തെളിയിക്കാനുമാണ്. പക്ഷേ മത്സരം അസൂയ ഉളവാക്കും, സാമ്പത്തിക അസമത്വങ്ങൾ ഉളവാക്കുന്നു എന്നുള്ളതാണ്. സോ വി ഹാവ് ടു സേവ് അവർ പ്ലാനറ്റ്, വി ഹാവ് ടു സേവ് അവേഴ്സെൽസ്. നമുക്ക് നമ്മളെ രക്ഷിച്ചെടുക്കണം. നമുക്ക് പരസ്പരം കരുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിലെ ഒരു ഭാവിയുള്ളൂ. അല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം എന്ന് എല്ലാവരും പറയുന്നു. നമുക്കതിനുവേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? ഒന്നാമതായിട്ട് നമുക്ക് കഴിവുള്ള അത്രയും ഒരു ലളിതമായ ജീവിതം സാധ്യമാക്കണം. സിമ്പിളായിട്ട് ജീവിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ കുറയ്ക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വേസ്റ്റ് കുറയ്ക്കുക. നല്ല വെള്ളം, നല്ല ആഹാരം എന്നിവ സുലഭമായി ലഭ്യമാവണം. അതിപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മൂന്നാമതായിട്ട് ഈ പറഞ്ഞതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് വിദ്വേഷവും വെറുപ്പും കുറച്ചെടുക്കണം. വിദ്വേഷം ഉണ്ടാക്കുന്ന വാക്കുകളും പ്രവൃത്തികളും പാടില്ല. എല്ലാ യുദ്ധങ്ങളും ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് വെറുപ്പ് എന്ന് പറയുന്നത് ഒഴിവാക്കുക. അമേരിക്കയിലെ തന്നെ വലിയൊരു ക്ലർജിമാൻ, ഒരു മിനിസ്റ്ററായിരുന്ന ഹെൻറി വാർഡ് ബീച്ചർ ഇങ്ങനെ പറയുന്നു, എവറി ആക്ട് ഓഫ് ചാരിറ്റി ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് ഹെവൻ. എവറി ആക്ട് ഓഫ് ചാരിറ്റി ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് ഹെവൻ. അപ്പം നമ്മുടെ ഔദാര്യം എല്ലാവരും അറിയട്ടെ. നമുക്ക് ജനറലൈസ്ഡായിട്ട് പെരുമാറാം, നമുക്ക് ഔദാര്യപൂർവ്വം പെരുമാറാം. അങ്ങനെ സ്വർഗത്തിലേക്ക് കൂടുതൽ നമുക്ക് നടന്നെടുക്കാം. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം തന്നെ നമുക്ക് ഏതാണ്ട് സ്വർഗ തുല്യമാക്കി മാറ്റണം എന്നർത്ഥം. സോ ലെറ്റ് us കെയർ ഫോർ ഈച്ച് അതർ ഓൺ ദിസ് ഡേ.